യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് വന്ദേ ഭാരത് ട്രെയിനിൽ ബേക്കൽ കോട്ട കാണാനാണ്. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് ബേക്കൽ കോട്ട. അറബിക്കടലിൻ്റെ തീരത്ത് 35 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ട 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പണി കഴിപ്പിച്ചതാണ്. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ലുകൊണ്ടാണ്. പണ്ട് ഈ പ്രദേശം കോലത്തിരി രാജാവിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും കീഴിലായിരുന്നു. അതിനുശേഷം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. 1565 തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യം പരാജയപ്പെട്ടതിന് ശേഷം ബെന്തിനൂർ രാജാവിൻ്റെ അധീനതയിലായി ഈ കോട്ട. ബെന്തിനൂർ രാജാവായ ശിവപ്പ നായിക് 1650 കോട്ട നിർമ്മിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്നാൽ കോലത്തിരി രാജാക്കന്മാരുടെ കാലത്തെ കോട്ട ശിവപ്പ പുതുക്കിപ്പണിതാണെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി നടന്ന പുരാവസ്തു ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നത് കോട്ട വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ്. 1763 ഈ കോട്ട മൈസൂർ രാജാവായ ഹൈദർ അലി കൈയടക്കി. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലനാടിൻ്റെയും പ്രധാന ഭരണകേന്ദ്രമായിരുന്നു. 1791 ബ്രിട്ടീഷ് അധീനതയിലായി ഈ കോട്ട. കാസർഗോഡ് നിന്നും 15 കിലോമീറ്റർ ദൂരത്തിലാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കാഞ്ഞങ്ങാട്ട് നിന്നും വെറും 10 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ബേക്കൽ കോട്ടയിലേക്ക്. ബോംബെ എന്ന സിനിമയിലെ ഉയിരെ എന്ന പ്രശസ്തമായ ഗാനം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ബേക്കൽ കോട്ടയിലാണ്. ചരിത്രത്തെ സ്നേഹിക്കുന്നവർ ഒരിക്കലെങ്കിലും കാണേണ്ട സ്ഥലമാണ് ബേക്കൽ കോട്ട. നമ്മുടെ ബേക്കൽ കോട്ട യാത്രയിലെ ഏതാനും ചില ചിത്രങ്ങൾ ഇതിനോടൊപ്പം ചേർക്കുന്നു. നന്ദി, നമസ്കാരം.